എന്നാ പതിയെ പതിയെ ഒന്ന് നടന്നാലോ? ഇത്തിരി കഴിഞ്ഞോട്ടെ. എനിക്ക് ചേച്ചി വിളിച്ച് ഇപ്പൊ തന്നെ സന്തോഷ വാർത്ത പറയണം. എന്നിട്ട് നമുക്ക് സ്വാമിയച്ഛനോട് ചോദിച്ചിട്ട് നടക്കാൻ ഇറങ്ങാം. ശരി, നീ ചേച്ചിയെ വിളിക്കേ. ഹലോ ചേച്ചി. മോളെ, ഞാനിപ്പോ അമ്പലത്തില്. ഇവിടെ ഋഷിയുടെ കുടുംബക്കാരെല്ലാരും ഉണ്ട്. ഞാൻ പിന്നെ വിളിക്കാം. അതെന്താ എല്ലാരും ചേർന്ന അമ്പലത്തില്? എന്താ വിശേഷം? ഞാൻ പിന്നെ നിന്നെ അങ്ങോട്ട് വിളിക്കാം മോളെ. എല്ലാം വിശദമായിട്ട് പിന്നീട് പറയാം. ശരി മോളെ. അല്ല ചേച്ചി, എന്താ പുറത്തൊരു ശബ്ദം? അയ്യോ, നീ സിദ്ധു മറ്റോ ആണോ? ഈശ്വര, സിദ്ധു ഇവിടെ ഉണ്ടല്ലോ. എന്താ അവിടെ? വാ പോയി നോക്കാം. വാ. അച്ഛനും അമ്മയും നമസ്കാരം. അമ്മേ നമസ്കാരം. അച്ഛൻ ആരാ നിങ്ങൾ എന്തായി കാണിക്കുന്നത്? അത് അനുവാദം ഇല്ലാതെ വീടിന്റെ മുറ്റത്ത് കയറി വന്നിട്ട് തോന്നിയാസം കാണിക്കണം. അയ്യോ അമ്മേ, തോന്നിയാസല്ലത്, ഇത് ആഘോഷമാ. കല്യാണം നടക്കുന്ന വീടല്ലേ ഇത്? എന്റെ വക ഒരു ആഘോഷമായിക്കോട്ടെ എന്ന് ഞാനങ്ങ് കരുതി. ഇത് കല്യാണം നടക്കുമ്പോഴുള്ള ആഘോഷം. ഇനി മുടങ്ങുമ്പോ വേറെ ആഘോഷമുണ്ട്. കല്യാണം മുടങ്ങാനോ? വെറുതെ ഭ്രാന്ത് പറയാതെ ഇറങ്ങിപ്പോടോ. വേണ്ട, അധിക ആവേശമൊന്നും വേണ്ട. കേട്ടല്ലേ, ദേവിക അവൾ എന്റെ പെണ്ണ. ഈ ഭദ്രന്റെ പെണ്ണ്. അവളെ താലി കെട്ടുന്ന ഞാനായിരിക്കും. ഞാനേ കെട്ടു. അല്ലാതെ ബോധം പൊക്കണമില്ലാത്ത ഇവനെ കൊണ്ട് കെട്ടിക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അതങ്ങ് ലോക്കറി വെച്ച് പൂട്ടിയേക്ക്. ആ കല്യാണം നടക്കില്ല. ഭദ്രൻ നടത്തിക്കില്ലടോ. അതുകൊണ്ടേ നടക്കാത്ത കല്യാണത്തിന് വെറുതെ കച്ചകെട്ടി ഇറങ്ങാൻ നിൽക്കണ്ട. എന്താടാ, നിനക്ക് ദേവിയെ കെട്ടണോ? ഞാൻ കെട്ടിച്ചേരടാ, നിനക്ക് കെട്ടണോ? നിനക്ക് കെട്ടണോടാ? എന്റെ നിനക്ക് കെട്ടണോ? വേണോടാ? കെട്ടണോ? പറടാ. തല്ലണോ നിനക്ക്? തല്ലടാ നീ എന്നെ. തല്ലടാ. ഏയ്, അനങ്ങരുത്, അടങ്ങി നിന്നോണം. പറടാ, നിനക്ക് ദേവിയെ കെട്ടണോ? തല്ലി നോക്കടാ. തല്ലടാ. തല്ലടാ. തല്ലനെ. തല്ലി നോക്കടാ. ഇറങ്ങിപ്പോടാ ഇവിടുന്ന്. ഇറങ്ങിപ്പോടാ. വലിച്ച പോലീസിനെ വിളിക്കേ. ഞാനിപ്പോ വിളിക്കാം. അല്ലല്ലോ ഇവനെ പോലീസ് തപ്പിക്കൊണ്ടിരിക്കുക. ഇനി ഇവിടെ നിന്ന് പണി പാടും. തൽക്കാലം പോയേക്കാം. പക്ഷേ ബോധമില്ലാത്തവനെ ഞാൻ വെറുതെ വിടില്ല. എഴുന്നേറ്റ് പോടാ. അബി, ഞാനിപ്പോ പോവുക. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ,
ദേവികയുമായിട്ടുള്ള കല്യാണാലോചന ഇവിടെ വെച്ച് നിർത്തിക്കോണം. ഇല്ലെങ്കിൽ താലികെട്ട ഇവ ഉണ്ടാവില്ല. അതിനുമുമ്പ് ഇവനെ ഞാൻ തീർത്തു കളയും. ഇറങ്ങി പോടാ, നിന്റെ വിരട്ടലൊന്നും ഇവിടെ വേണ്ട. നിനക്കുള്ളത് ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, എപ്പോഴെന്ന് വെച്ചാ ഞാനങ്ങ് സ്വീകരിച്ചോളാം. കാണാം നമുക്ക്. മോനെ അബി, വല്യം ഇതൊന്നും കാര്യമാക്കണ്ട. ആനന്ദൻ നേരത്തെ വന്നു? ഇല്ല, ഇപ്പൊ വന്നേ ഉള്ളൂ. എന്താ മുത്തശ്ശ, എന്താ കാണണമെന്ന് പറഞ്ഞു? എന്താ മുത്തശ്ശ? ആനന്ദ, ഇനി പ്രതീക്ഷയോടൊന്നും വേണ്ട. ദേവികയെ കല്യാണം കഴിക്കാമെന്ന് ചിന്തിച്ച് നീ സമയം പാഴാക്കണ്ട. ആ കല്യാണം നടക്കില്ല. മുത്തശ്ശ, അത് എന്നെ മനസ്സിൽ പ്രതീക്ഷകളൊന്നും വെച്ചേക്കണ്ട. സിദ്ധാർത്ഥന്മാരുടെ വിവാഹത്തിന് ദേവി അവർക്ക് വാക്കുകൊടുത്തു. ഇന്നലെ ക്ഷേത്രത്തിൽ വെച്ച് വളയിടൽ ചടങ്ങ് നടന്നു. അവരുടെ മനസ്സ് മാറ്റിയെടുക്കാൻ ഞാൻ ആവുന്നതും ശ്രമിച്ചതാ. ഞാൻ മാത്രമല്ല, അവളുടെ സഹോദരി ഗോപികയും. ആനന്ദ, ഞങ്ങൾ പരാജയപ്പെട്ടു പോയി. നമുക്ക് ആഗ്രഹിക്കാനല്ലേ സാധിക്കൂ. നടത്തിത്തരേണ്ടത് ദൈവമല്ലേ. എനിക്ക് താല്പര്യം ആനന്ദനെ കൊണ്ട് ദേവിയെ കെട്ടിക്കാനായിരുന്നു. എന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, വിധിയാണ്. അൻപ, ഇനി അതിന് ശ്രമിക്കണ്ട. മോൻ ഇനിയും പെൺകുട്ടികളെ കിട്ടും. ദേവികയെ മറന്നു കൊള്ളാവുന്നൊരു പെൺകുട്ടിയെ മോൻ വിവാഹം കഴിക്കണം. മോനെ, നിന്റെ മനസ്സെനിക്ക് കാണാം. ഞാൻ എന്തു പറഞ്ഞാണ് നിന്നെ ആശ്വസിപ്പിക്കേണ്ടത്? മുത്തശ്ശൻ പ്രയാസപ്പെടണ്ട. എനിക്ക് വിഷമമുണ്ട്. എന്റെ പഴയ കളിക്കൂട്ടുകാരിയെ, അവളെ എന്നും ജീവിതത്തോട് ചേർത്ത് നിർത്തണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു, ഒരുപാട് പ്രതീക്ഷിച്ചു. ദേവിക അവളുടെ തീരുമാനം മാറ്റുമെന്ന് ഓരോ ദിവസവും ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു. അതൊക്കെ വെറുതെയായി. സാരമില്ല. മുത്തശ്ശൻ പറഞ്ഞതുപോലെ ദൈവം കനിയണ്ടേ. ദേവിക ഞാൻ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. അവളുടെ സാഹചര്യം എനിക്ക് മനസ്സിലാവും. ഈ സിറ്റുവേഷനിൽ അവൾക്ക് ഇങ്ങനൊരു തീരുമാനമല്ലേ എടുക്കാൻ സാധിക്കൂ. ദേവിക ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല, ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. അവൾക്ക് നന്മ വരണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കൂ. അവൾ എന്നും സന്തോഷമായിട്ടിരിക്കണം, എന്നും. ഇപ്പൊ അതേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. വേറൊന്നും പറയാനില്ല. എൻ്റെ വിഷമം കണ്ടുകൊണ്ട് ഇനി എനിക്ക് ഇവിടെ നിൽക്കാനും ആവില്ല. ഞാൻ പൊയ്ക്കോട്ടെ.
ഋഷിയുടെ അവസ്ഥയ്ക്ക് നല്ല പുരോഗതിയുണ്ട്. ഇനിയിപ്പോ ഇവിടെ കിടത്തി ചികിത്സിക്കേണ്ട ആവശ്യമില്ല. ഉടനെ ഡിസ്ചാർജ് ചെയ്യാം. പക്ഷെ വീട്ടിലെത്തിയാലും ചികിത്സ മുടക്കരുത്. ഞാൻ തരുന്ന മരുന്നുകൾ കൃത്യമായി കഴിക്കണം. ഫിസിയോതെറാപ്പി മുടങ്ങാതെ തുടരണം. അതിനൊന്നും ഞങ്ങൾ ഒരു മുടക്കവും വരത്തില്ല സ്വാമിയച്ച. എങ്കിൽ എന്ന് ഡിസ്ചാർജ് ചെയ്യുമെന്ന് ഞാൻ വൈകിട്ട് പറയാം. കുറച്ച് സമയം ഗോപിക നടത്തിക്കേ. ശരി സ്വാമിച്ച. ഋഷി വാ, നമുക്ക് നടക്കാം. അതൊക്കെ മതി. അത് വേഗം എടുക്ക. ചെല്ല്. ബലൂൺ എനിക്കിത് വേണം. മോനും ബലൂൺ വേണോ? വേണം. വാ, അടുത്ത് വാ. കുട്ടനെവിടെ പോയി? കുട്ടാ, കുട്ടാ, കുട്ടാ. കുട്ടാ, കുട്ടാ. കുട്ടനെവിടെ പോയി? ഇനി അകത്ത് പോയി കാണൂ. കുട്ടാ, 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 കുട്ടാ. എന്താടാ, എന്തു പറ്റി? കൊറേ നേരമായല്ലോ കുട്ടനെ വിളിക്കാൻ തുടങ്ങിയിട്ട്. അവൻ ഇവിടെ ഇല്ലേ? കുട്ടൻ ബാൽക്കണിയിലിരുന്ന് ചിത്രം വരയ്ക്കുമായിരുന്നു. കുറച്ചു കഴിഞ്ഞ് ജ്യൂസ് എടുക്കാൻ ഞാൻ അകത്തേക്ക് പോയി. തിരിച്ചു വന്നപ്പോ അവനെ കാണുന്നില്ല. കുട്ടനെ കാണുന്നില്ലെന്നോ? ഇല്ല മേഡം, ഞാനിവിടെ മുഴുവൻ തെരഞ്ഞു. അവൻ ഇതാ ഇവിടെ പോയി. നിന്നോടല്ലേ അവനെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളേ? ഞാൻ കൂടെ ഉണ്ടായിരുന്നതാ. പക്ഷെ ജ്യൂസ് എടുക്കാൻ പോയതിനിടയ്ക്ക് അവനെ കാണാതായത്. വർത്താനം പറഞ്ഞ് നിൽക്കാതെ അവൻ എവിടെ പോയിന്ന് നോക്കാം. ഇല്ലെങ്കിൽ വല്ല അപകടത്തിൽ അവൻ പോയി ചാടും. അമ്മ ഞാൻ ചെന്ന് പോയി നോക്കടാ. നോക്കാം. വാ നോക്കാം. കുട്ടാ, കുട്ടാ, സിദ്ധു, കുട്ടാ, കുട്ടാ, കുട്ടാ. സിദ്ധു, നീ ഇത് എവിടെ ഒളിച്ചിരിക്കുക? ഈശ്വര. മോനെ കുട്ടാ, കുട്ടാ,
കുട്ടാ ശ്ശോ. കുട്ടാ കുട്ടാ ഇവനിത് എവിടെ പോയി? കുട്ടാ 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 ശ്ശോ. ഇവനെവിടെ പോയി? കുട്ടാ സിദ്ധു 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 നീ ഇതെവിടാ? ഈശ്വര സിദ്ധു കുട്ടാ 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 ഈശ്വര. അമ്മേ സിദ്ധുവിനെ കണ്ടോ? ഇല്ല, അവനെ ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. ഈശ്വര. അവിടെ ഒന്നുമില്ല അമ്മേ. ഈശ്വര എന്താ എടാ ഞാനിവിടെ മൊത്തം നോക്കി, കുട്ടനിവിടെ കാണുന്നില്ല. ഞാൻ പുറത്തു പോയിട്ടൊന്ന് അന്വേഷിച്ചിട്ട് വരാം. ഈശ്വര. ചെല്ലടാ. ഈശ്വര എന്റെ സിദ്ധു. അമ്മേ മോളെ നീ സമാധാനപ്പെട്. സിദ്ധു ഇവിടെ എവിടെയെങ്കിലും കാണും. എന്നാലും അവൻ എവിടെ പോയതായിരിക്കും അമ്മേ? ഈശ്വര. നടക്കടാ ഇങ്ങോട്ട്. നടക്കടാ. അവിടെ ഇരുത്ത്, അവിടെ ഇരുത്ത്. ആ കസേര ഇരുത്ത്. ഇരിക്കടാ അവിടെ. ആ കയറിട്. കൈ കെട്ട് വന്നിട്ട്. കെട്ട് കെട്ട്. അടങ്ങിയിരടാ. നിന്നെ എന്താടാ? കേട്ടോ? അടങ്ങിയിരടാ. അടങ്ങിയിരടാ. ആ അടങ്ങിയിരടാ. അടങ്ങിയിരടാ. എന്നെ വീട് മാമ, എന്നെ വീട് മാമ, എന്നെ അഴിച്ചുവിട്, അഴിച്ചുവിട്, അഴിച്ചുവിട്. അഴിച്ചുവിടാം, അഴിച്ചുവിടാം, അഴിച്ചുവിടാം. പക്ഷെ അതിനു മുന്നേ നിന്റെ മാലാകിയില്ലേ, അവൾ ഇവിടെ വരണം. അല്ല, അവള് വരും. അവളെവിടെ വരുത്താനുള്ള വഴിയൊക്കെ എനിക്കറിയാം. കേട്ടടാ മോനെ. എന്നെ വീട് മാമ, അഴിച്ചുവിട് മാമ, അഴിച്ചുവിട്, അഴിച്ചുവിട്. എനിക്ക് പോണം, എനിക്ക് പോണം. അടങ്ങിയിടാ. ആരാ മോളെ? പരിചയമില്ലാത്ത ഏതോ നമ്പർ അമ്മേ. എടുക്ക്. ഹലോ, ഇത് ഞാനാ, ഭദ്രൻ. ഭദ്രൻ? ഇന്നവിടെ വന്നില്ലേ ഭദ്രൻ, ദേവിയെ കെട്ടാൻ പോകുന്ന ആള്. നിങ്ങൾക്ക് എന്താ വേണ്ടേ? ചൂടാവല്ലേ മേഡം, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ ഞാൻ വിളിച്ചത്. മാമ, എനിക്ക് പോണം. എന്ത് കാര്യം? മിണ്ടരുത്. അതെ, നിങ്ങളുടെ മകൻ സിദ്ധാർത്ഥ് ഇപ്പൊ അവിടെ ഉണ്ടോ? ചോദിച്ച കേട്ടില്ല മേഡം. അവനിപ്പോ അവിടെ ഉണ്ടോ? ഇല്ല, അവനെ ഇവിടെ കാണുന്നില്ല. കാണില്ല? അയ്യോ, ഇവിടെ എന്റെ ഗോഡൌണിലുള്ള നിങ്ങളുടെ മോനെ അവിടെ തപ്പിയിട്ട് എന്താ കാര്യം? സിദ്ധു, സിദ്ധു അവിടെ ഉണ്ടെന്നോ? എന്നെ വീട് മാമ. ആ, ഇവിടെ ഉണ്ട്. അവനെ ഞാനിങ്ങി പോക്കി. നിങ്ങൾ എന്തിനാ എന്റെ മോനെ പിടിച്ചോണ്ട് പോയേ? അതൊക്കെ പറയാന്നേ. എന്റെ മോനെ ഉപദ്രവിക്കരുത്. എന്താ എന്താ മോളെ? ആരാ വിളിക്കുന്നേ? സിദ്ധു എവിടെയാ ഉള്ളത്? അതെ, ഇവനെ ഞാൻ ഒന്നും ചെയ്യില്ല, ഉപദ്രവിക്കില്ല. അവനെ നിങ്ങൾ വെറുതെ വിടണം. ഇവനെ വെറുതെ വിടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം നടക്കണം. നിങ്ങൾക്ക് എന്താ വേണ്ടേ? നിങ്ങളുടെ മകൻ സിദ്ധാർത്ഥനെ ഞാൻ വെറുതെ വിടണമെന്നുണ്ടെങ്കിൽ അവൾ ഇവിടെ വരണം. ദേവിക. അത് ഒറ്റയ്ക്ക്. ദേവിക ഒറ്റയ്ക്ക് ഇവിടെ വന്നാൽ സിദ്ധാർത്ഥനെ ഞാൻ വെറുതെ വിടാം.
അല്ല ദേവിക ദേവിക തനിച്ചിവിടെ വന്നേ മതിയാവൂ. അത് നിങ്ങളുടെ ഉത്തരവാദിത്വം. അവള് തനിയെ തന്നെ വരണം. ഇനി നിങ്ങൾ അതിബുദ്ധി കാണിച്ച് ആരെങ്കിലും അവൾക്കൊപ്പം അയച്ചാൽ പിന്നെ നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ മകന്റെ ജീവനറ്റ ശരീരമായിരിക്കും. ഭദ്ര ആലോചിച്ച് പെട്ടെന്ന് ചെയ്യ്.